ക്രിസ്തുവിൽ സ്നേഹിതരെ, വീണ്ടും ഒരു പിറവിക്കാലം വന്നെത്തിയിരിക്കുന്നു. മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ക്രിസ്മസ് കാലം. സന്മനസ്സുള്ളവരെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് കൃപയാൽ നിറച്ച് തന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാക്കുന്നു. നീതിമാന്മാരെ പ്രത്യേകമാവിധം തന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. കാത്തിരിപ്പിനൊടുവിലെ മംഗളവാർത്ത ശ്രവിക്കാനാവൂ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ കാലത്തിന്റെ പരിധിയില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നാം പരിശീലിക്കണം. നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതികൾ തിരിച്ചറിയുവാനും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ പുണ്യം. സക്രിയായും എലിസബത്തും പരിശുദ്ധ അമ്മയും ജോസഫും നമുക്ക് നൽകുന്ന ജീവിത പാഠവും സന്ദേശവും ഇതാണ്. ഈ ക്രിസ്മസ് കാലം നമുക്ക് ആത്മപരിശോധനയുടെയും തെറ്റുതിരുത്തലിന്റെയും സുവർണകാലമാകട്ടെ. നമുക്കായി ഒരുക്കിയിരിക്കുന്ന മംഗളവാർത്ത ശ്രവിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നന്മ നിറഞ്ഞതും പരിശുദ്ധവുമാക്കാം. ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്കാകണം. ആർഭാടത്തിന്റെ മണിമാളികയിൽ നിന്നും ധാരാളിത്തത്തിന്റെ തീന്മേശയിൽ നിന്നും ശൂന്യവൽക്കരണത്തിന്റെ കാലിത്തൊഴുത്തിലേക്ക് മനസ്സുകൾ മാറട്ടെ. അശാന്തിയുടെ വെടിവെച്ചകൾ സഹോദര്യത്തിനായി വഴിമാറട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഉണ്ണീശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.